ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് ക്വിക്ക് റിവ്യൂ. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ള 13,113 ഓൺലി ജസ്റ്റ് 4 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടി. സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ള 44,618 37 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. അതേസമയം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ള 29,463 354 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ഇതിൽ നിന്ന് നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,109 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്നിട്ടുള്ളത് 13,121. ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ് ടു 13,128 പോയിൻറ്റ്സ് ആൻഡ് ഡേ ലോ വെൻറ്റ് 12,983 ആൻഡ് ഇന്ന് ക്ലോസ് ചെയ്തത് 13,113. ജസ്റ്റ് 4 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. യെസ്, ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഒരു മൈൽഡ് ഗ്യാപ്പ് അപ്പ് എന്ന് പറയാം, ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഹയർ ലെവൽ തന്നെയായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി അതൊരു വോളറ്റൈൽ മൂഡിലേക്ക് ശരിക്കും പോയി. ആൻഡ് ഇന്ന് കുഴപ്പമില്ലാത്തൊരു കറക്ഷൻ ഉണ്ടായി. കറക്റ്റഡ് 12,980 ആ ഒരു ലെവലിൽ ഹിറ്റ് ചെയ്തിട്ട് അവിടുന്ന് റീകൂപ്പ് ചെയ്യുമായിരുന്നു. എനിവേ, നിഫ്റ്റി കുഡ് മാനേജ് സസ്റ്റെയിൻ അബോവ് 13,000. അതന്നൊരു നല്ലൊരു കാര്യമായിട്ട് പോസിറ്റീവ് ആയിട്ട് വിചാരിക്കാം. അടുത്ത ട്രേഡിംഗ് സെഷൻസിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് സസ്റ്റെയിൻ അബോവ് 13,145. ഓക്കെ, ആൻഡ് മേജർ റെസിസ്റ്റൻസ് ലെവൽ 13,200 തന്നെയാണ്. അത് ക്ലോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്തൊരു സോൺ 13,400 നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് മേജർ സപ്പോർട്ട് സോണായിട്ട് കാണുന്നത് 13,000 തന്നെയാണ്. സ്റ്റിൽ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്തൊരു സപ്പോർട്ട് 12,960 ആണ്. ഫ്രണ്ട്സ്, 12,960 കൂടി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ അതൊരു ബേഴ്സിന് ശരിക്കും ഒരു ഫേവറബിൾ ഏരിയയാണ്. സോ അവിടെ നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു കറക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ലെറ്റ്സ് സീ. ഇന്ത്യ വിക്സ് ഇന്ന് ഡൗൺ ബൈ 1.35%, വിച്ച് ഈസ് 20.18 നിന്ന് 19.90 ലെവലിലേക്ക് ഷിഫ്റ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ചെറുതായിട്ട് കൂൾ ഡൗൺ ആയിട്ടുണ്ടെന്ന് അർത്ഥം. ആൻഡ് ഓപ്ഷൻ പുട്ടിൻ്റെ മാക്സിമം ഓയി കാണിക്കുന്നത് 12,000-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,000-ലും. അതേസമയം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 13,000-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,500-ലും. ആൻഡ് കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത് 13,800 പിന്നെ 13,700-ലും. അതേസമയം പുട്ടിൻ്റെ റേറ്റിംഗ് കാണാൻ കഴിഞ്ഞത് 12,800-ലും ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,000 സ്ട്രൈക്കിലുമാണ്. ദാറ്റ്സ് ഓൾ ഫോർ നിഫ്റ്റി. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഇന്ന് പോസിറ്റീവ് മൂഡിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്, വിച്ച് ഈസ് 29,876-ലും. ഒരു ലേസി ട്രേഡിംഗ് സെഷൻ ആയിരുന്നു ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ. ബട്ട് ലാസ്റ്റ് 1 hour അത് ഒരു സ്മാർട്ട് റിക്കവറി എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറഞ്ഞ പോലെ ഒരു റിക്കവറി നടത്തി 354 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 29,463 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ഡേ ലോ ഹിറ്റ് ചെയ്തിട്ടുള്ള 29,149-ലാണ്. ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹോൾഡ് അബൌട്ട് 29,200. അത് നിർബന്ധമാണ്. ഓക്കെ, എന്നാൽ മാത്രമേ ഒരു അപ്പ് മൂവ്മെൻറ്റിനുള്ള ചാൻസസ് കാണാൻ കഴിയുന്നുള്ളൂ. ആൻഡ് മെയിൻ സപ്പോർട്ട് സോൺ ഈസ് 29,000 തന്നെയാണ്. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ബെയറിഷ് ബെൽറ്റ് ഹോൾഡ് കൈൻഡ് ഓഫ് ക്യാൻഡിലാണ്. ഓക്കെ, ആൻഡ് സെയിം ടൈം നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി പാറ്റേൺ ആണ്. നേരത്തെ ഞാൻ അത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. ദാറ്റ്സ് ഓൾ ഫോർ ബാങ്ക് നിഫ്റ്റി. ആൻഡ് FIs ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് FIസിൻ്റെ ഭാഗത്തു നിന്ന് ബൈ വാല്യൂ 9,295 and sell values 8,938. നെറ്റ് വാല്യൂ 357 CR ബൈങ് ആണെന്ന് FIസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം DIസിൻ്റെ ഭാഗത്തു നിന്ന് ബൈ വാല്യൂസ് 3,377, സെൽ വാല്യൂസ് 5,013, നെറ്റ് വാല്യൂസ് -1,635 CR സെൽ ഓഫാണ് DIസിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഒരു പോസിറ്റീവ് മൂഡ് ഉണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ്, ഭാരതി ഇൻഫ്രാടെൽ, ടാറ്റ മോട്ടോഴ്സ്, അദാനി എൻ്റർപ്രൈസസ്, ഗെയിൽ, ടാറ്റ കെമിക്കൽസ്, ഇതെല്ലാം ഒരു പോസിറ്റീവ് മോഡാണെന്ന് മാർക്കറ്റിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്.
ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകൾ. ഫസ്റ്റ് വൺ ഈസ് PFC, ട്രിഗർ അറ്റ് 195 ആൻഡ് ടാർഗറ്റ് അറൗണ്ട് 200. അതേസമയം ഷോർട്ട് സെല്ല് യു ക്യാൻ ഷോർട്ട് അറ്റ് 186 ഷോർട്ട് ചെയ്യാം, ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് ലൂപ്പിൻ നിങ്ങൾക്ക് 920 ബൈ എടുക്കാവുന്നതാണ് ആൻഡ് ടാർഗറ്റ് it's above 935. That is you can decide that target, okay. And അതേ സമയം ഷോർട്ട് എടുക്കുകയാണെങ്കിൽ 916 ഷോർട്ട് എടുക്കാവുന്നതാണ്, ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് ടാറ്റ മോട്ടേഴ്സ് 185 ബൈ എടുക്കാവുന്നതാണ്, ഓക്കെ. ജസ്റ്റ് above 85, ഓക്കെ. ആൻഡ് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നത് 490 492, ഓക്കെ. ദാറ്റ് ഉചിതം പോലെ സെറ്റ് ചെയ്യുക. അതേസമയം ഷോർട്ട് എടുക്കുകയാണെങ്കിൽ 182 ഷോർട്ട് എടുക്കാവുന്നതാണ്, ഓക്കെ. 182 താഴെ വരികയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട്, ടാർഗറ്റ് യു ക്യാൻ ഡിസൈഡ്. നെക്സ്റ്റ് ഈസ് ബാറ്റ ഇന്ത്യ, ബൈ അറ്റ് 1540 ഓർ above 40, ഓക്കെ. ആൻഡ് ടാർഗറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് 1550 above. അതേസമയം ഷോർട്ട് സെല്ല് 1531 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ആൻഡ് ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് അദാനി എൻ്റർപ്രൈസസ്, ബൈ അറ്റ് 454 above, ടാർഗറ്റ് ഒരു 460 മുകളിൽ നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഷോർട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ 450 താഴെ സ്റ്റോക്ക് പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട്, ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് M&M, ബൈ അറ്റ് 760, ടാർഗറ്റ് 773-74, ഓക്കെ. ഷോർട്ട് സെല്ല് 739 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്, ടാർഗറ്റ് അപ് ടു യു. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഈസ് അദാനി പോർട്ട്, യു ക്യാൻ ബൈ അറ്റ് 441 മീതെ വരികയാണെങ്കിൽ യു ക്യാൻ ബൈ ആൻഡ് ടാർഗറ്റ് ഈസ് 452-53 ലൈക്ക് ദാറ്റ്. ആൻഡ് ഷോർട്ട് സെല്ല് 431 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്. നെക്സ്റ്റ് ഈസ് ടാറ്റ കെമിക്കൽ, ബൈ above 431, ടാർഗറ്റ് യു ക്യാൻ സെറ്റ്. അതേസമയം ഷോർട്ട് സെൽ സെയിം സ്റ്റോക്ക് 420 ഇതിന് താഴെ വരികയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്, ടാർഗറ്റ് യു ക്യാൻ സെറ്റ്. ആൻഡ് ഫ്രണ്ട്സ്, നാളത്തേക്ക് നിങ്ങളുടെ റഡാറിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകൾ, അത് നമ്പർ 1 ഈസ് റിലയൻസ്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക് ആൻഡ് ആക്സിസ് ബാങ്ക്. ഇത് നാളിനും നിങ്ങളുടെ റഡാറിൽ കീപ്പ് ചെയ്തോളൂ. എന്നും പറയാറുള്ള പോലെ whenever you get chance ഷൂട്ട് ഇറ്റ്, ഓക്കെ. ആൻഡ് മെയിനായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടതാണ്, വിച്ച് ഈസ് ഫാർമ സെക്ടർ, ഓക്കെ. നാളെ എന്നല്ല, അടുത്ത കുറച്ച് അടുത്ത ഇനി കുറച്ച് സെഷൻസ്, ഓക്കെ. സോ സ്പെസിഫിക്കായിട്ട് സ്റ്റോക്സുകൾ എടുത്തു പറയുന്നില്ല, ജസ്റ്റ് കീപ്പ് ഓൺ ഐ ദോസ് സ്റ്റോക്സ്, ഓക്കെ. ഫാർമ സെക്ടർ. ദാറ്റ്സ് ഓൾ മൈ ഫ്രണ്ട്സ്. ആൻഡ് ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂസ് ആണ്, എനിക്ക് തെറ്റുപറ്റാം. സോ ഡോണ്ട് ഫോളോ ഇറ്റ് ജസ്റ്റ് ബ്ലൈൻഡ്ലി, ഓക്കെ. പ്ലീസ് കൺസൾട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ബിഫോർ യു എൻ്റർ ദ മാർക്കറ്റ് ഓർ ട്രേഡ്. പിന്നെ എന്നും പറയുന്നത് തന്നെ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഓക്കെ. എൻ്റെ നിന്ന് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ മെയിൽ മീ, ഓക്കെ. ഇഷ്ടംപോലെ ഉണ്ടാവും, 100%, ഓക്കെ. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബർ ഒന്നല്ല, സോ ഓക്കെ. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡൗട്ട്, ഓക്കെ, എന്ത് ഡൗട്ടായാലും റിലേറ്റഡ് എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ളത്, ഓക്കെ, എനിക്ക് മെയിൽസൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, ഓക്കെ. സോ യു ക്യാൻ മെയിൽ മീ കേട്ടോ. അപ്പോൾ ഞാനത് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വൈകാതെ ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഓക്കെ. കുറച്ചുകൂടി ഒരു സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഓക്കെ. That's all friends, and don't forget to subscribe my channel, hit the like button, share it. Money എന്തായാലും അടിച്ചോളൂ. Ting ding. Happy trading. Take care. Good night.